സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമദാന ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമദാൻ. എന്റെ ഉമ്മത്തെങ്ങാനും റമദാൻ മാസത്തിൽ കിട്ടുന്നതായ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ അവർ ആശിച്ചു പോകുമായിരുന്നു, ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമദാൻ, കൊല്ലം മുഴുവനും റമദാൻ ആയിരുന്നെങ്കിൽ എന്ന് എന്റെ സമൂഹം ആശിച്ചു പോകുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നോമ്പ് കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദുനിയാവിൽ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. വൈദ്യശാസ്ത്രം തന്നെ നോമ്പിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. ശാസ്ത്രം പറയുന്ന ഒരു 3 ദിവസമെങ്കിലും മാസത്തിൽ നോമ്പനുഷ്ഠിക്കണമെന്നാണ്. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം പറയുന്നത് 3 ദിവസം നമ്മുടെ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ദഹിപ്പിക്കാൻ നമ്മുടെ ആമാശയത്തിന് ഒരുപാട് അധ്വാനമുണ്ട്. അപ്പോൾ ഒരു വിശ്രമം കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നോമ്പനുഷ്ഠിക്കണമെന്നാണ്. മാസത്തിൽ 3 നോമ്പെങ്കിലും എടുക്കണമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അൽ മഅദതു ബൈതുദ്ദാ വൽ ഹിമ്യതു റഅസു കുല്ലി ദവാ. ആമാശയം എന്ന് പറയുന്നത് രോഗത്തിന്റെ വീടാണ്. രോഗത്തിന്റെ വീടാണ് ആമാശയം. വൽ ഹിമ്യതു റഅസു കുല്ലി ദവാ. എല്ലാ ചികിത്സയുടെയും ഹെഡ് അത് പഥ്യമാചരിക്കലാണ്. നമ്മുടെ താളം തെറ്റിയ ഭക്ഷണ രീതിയാണ് സഹോദരന്മാരെ, സഹോദരിമാരെ ഇന്ന് നമ്മളെ രോഗികളാക്കിയത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ. ആരോഗ്യം മനുഷ്യന്റെ സമ്പത്താണ് എന്ന്. ഈ ആരോഗ്യത്തിനെ നിലനിർത്തണമെങ്കിൽ നോമ്പനുഷ്ഠിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുലുസുല്ലി തആം സുലുസുല്ലി ശറാബ് സുലുസുല്ലി നഫസ്. നിങ്ങളുടെ വയറിനെ 3 ഭാഗമാക്കുകയും ഒരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടി, ഒരു ഭാഗം വെള്ളത്തിന് വേണ്ടി, ഒരു ഭാഗം ശ്വാസത്തിന് വേണ്ടി 3 ഭാഗമാക്കണം. ഇങ്ങനെ 3 ഭാഗമാക്കണം. ഈ വെള്ളം കുടിക്കേണ്ട, ശ്വാസം വിടേണ്ട ഭാഗത്തേക്ക് മുഴുവനും ഭക്ഷണം കയറ്റാൻ പാടില്ല. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, കുല്ലു ദാഇം മിൻ കസ്റത്തിൽ അക്ൽ കുല്ലു ദാഇം മിൻ കസ്റത്തിൽ അക്ൽ. എല്ലാ രോഗവും ഉണ്ടാകുന്നത് ഭക്ഷണം അധികരിക്കൽ കൊണ്ടാണ്. വകുല്ലു ദവാഇം മിൻ ഖില്ലതിഹി. ആ ഭക്ഷണം കുറക്കലാണ് ആ രോഗത്തിനുള്ള ചികിത്സ എന്ന് 14 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നോമ്പ് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സഹോദരന്മാരെ നേട്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ അനേകം കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതായ, സത്യവിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നതായ ഈ സമയത്തിൽ അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങളുടെ നോമ്പിൽ വന്നതായ പോരായ്മകൾ നീ പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീർഘകാലം വിശുദ്ധ റമദാനിനെ വരവേൽക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.